അപർണ ബാലമുരളി, ആസിഫ് അലി, ഹന്ന റജി കോശി, ഹക്കീം ഷാ, ദീപക് പറമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഈ ഒരു മൂവിയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സമ്പത്തും ഈ ഒരു മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. സോ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിൽ നിന്നാണ്. അപർണ ബാലമുരളിയുടെയും ഹക്കീം ഷായുടെയും കിരൺ എന്ന് പറയുന്ന ഈ ഒരു ഹക്കീം ഷായുടെ ക്യാരക്ടറും അപർണ ബാലമുരളിയുടെ അഭിരാമി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. കിരണെ കാണാതാവുന്നു. സോ ആ ഒരു കിരണെ കാണാതാവുന്നതിനെ തുടർന്നുണ്ടാവുന്ന അന്വേഷണവും ഒരു ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥയായിട്ട് വരുന്നത്. അതിലുള്ള ത്രില്ലിംഗ് എലമെന്റ്സും ട്വിസ്റ്റ് ആൻഡ് ടേൺസുമാണ് ജിത്തു ജോസഫ് നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. ജിത്തു ജോസഫ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സോ അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു വലിയ സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് അല്ല ഈ ഒരു മൂവി നമുക്ക് തരുന്നത് എന്നുള്ളത് സിനിമയുടെ ഒരു നെഗറ്റീവ് തന്നെയാണ്. അതിൻ്റെ മെയിൻ പ്രശ്നം ഈ ഒരു ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. കാരണം ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവങ്ങളൊക്കെ നടന്നു തുടങ്ങി അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കഥയാണ് ഈ ഒരു മിറേജ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ആസിഫ് അലിയേക്കാളും പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് അപർണ ബാലമുരളിയുടേത്. സോ ഒരു അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, ആസിഫ് അലിയുടെ സപ്പോർട്ടോടെ ഹന്ന റജി കോശിയുടെ ആ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് അവരുടെ ഒരു അന്വേഷണമാണ് സിനിമ പറയുന്നത്. പലയിടങ്ങളിലും വില്ലന്റെ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും കോമഡി പീസുകളായി മാറുന്നുണ്ട്. ഒരു തോക്കും പിടിച്ചുകൊണ്ട് കൊല്ലാൻ നടക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ എക്സിക്യൂഷൻ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊന്നും തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടെറർ ഫീൽ എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു കോമഡി പീസായി മാറുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു തോക്കുമായിട്ട് ആൾ വരുമ്പം തന്നെ കോമഡി ആയിട്ട് തോന്നും. പിന്നെ അങ്ങോട്ട്